ഹലോ നമസ്കാരം. മഴതോരും മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ മഴതോരും മുമ്പയിൽ സംഭവബഹുലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ശിവശങ്കര മേനോൻ ബബിതയോടും രോഹിത്തിനോടും ഒപ്പം മുത്തശ്ശിയെ കൂടി കടപ്പാട്ടൂർ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള രീതിയിലല്ലേ ഇരിക്കുന്നത്. അല്ലാതെ അലീനയെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളൊന്നും മുത്തശ്ശിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം ബാലചന്ദ്രൻ മുത്തശ്ശിയോട് സംസാരിക്കാൻ വരുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ബാലനോട് സംസാരിക്കുന്നുണ്ട്. എന്നാലും ബാല, നീ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, ഇനിയിപ്പോൾ എന്താണ് നിൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ ബാലചന്ദ്ര നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ബാല എന്ന് വിളിച്ചിട്ട് മുത്തശ്ശി ഇങ്ങനെ ആകെ സങ്കടപ്പെടുകയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, സംഭവിച്ചു പോയി. എന്നിട്ടും അമ്മയുടെ മോൾക്ക് അഹങ്കാരത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയണം. എനിക്കറിയാം ബാല, നീ ഒരുപാട് അവളുടെ കൂടെ ജീവിച്ച് സഹിച്ച് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാവും, എനിക്ക് ഒന്നും പറയാനുള്ള അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ആരെയും അറിയിക്കാനും പറ്റില്ല. ഏതൊരമ്മയ്ക്കും തൻ്റെ മകളുടെ ജീവിതമല്ലേ വലുത്, അവൾ നന്നായി ജീവിക്കണമെന്നല്ലേ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അതെ, മറ്റുള്ളവരുടെ ജീവിതം കോഞ്ഞാട്ടയായാലും നശിച്ചു പോയാലൊന്നും പ്രശ്നമില്ലല്ലോ. തൻ്റെ മക്കൾ മാത്രം സേഫ് ആവണം, നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല ബാല, നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയോട് യാതൊരു ദേഷ്യവുമില്ല. എൻ്റെ ദേഷ്യം മുഴുവൻ അമ്മയുടെ മകളായ എൻ്റെ ഭാര്യയായിരുന്ന അവളോടാണ് എന്ന് പറയണം. നീ ഇനി അതൊക്കെ മറന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ മറക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചില്ലേ ബാല, നിനക്കും അതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നില്ലേ, അതിൽ നിനക്കൊരു മകൾ ജനിക്കുകയും ചെയ്തില്ലേ, അതല്ലേ ഈ മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ശരിയാണ്, എൻ്റെ ഭാഗത്തും ഒരു തെറ്റ് സംഭവിച്ചു, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയല്ലോ, അപ്പോൾ ഞാൻ അങ്ങോട്ട് ക്ഷമിച്ച് ജീവിക്കാമല്ലോ. എന്നിട്ട് എന്തേ അമ്മയുടെ മോള് ക്ഷമിക്കാത്തത്, അമ്മയുടെ മോളതെന്തേ മനസ്സിലാക്കാത്തത്, നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ബാല, പക്ഷെ അവൾ അതനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതേ വികാരം തന്നെയല്ലേ എനിക്ക്. എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നത് അവൾ കേൾക്കുന്നില്ല, അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവളുടെ ഭാഗത്ത് തെറ്റ് വന്ന കാര്യം ഞാൻ എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കണം. അതിന് അവളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചത് നീ അറിഞ്ഞു എന്നുള്ളത് അവൾക്കറിയില്ലല്ലോ എന്ന് പറയണം. ഞാൻ അറിഞ്ഞു എന്നുള്ളത് അവൾക്കറിയില്ലെങ്കിലും അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവൾക്കറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇനി ഇങ്ങനെ കണ്ടിട്ട് പോവുള്ളൂ. അവൾ തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. പക്ഷേ നിൻ്റെ കൂടെ നിൻ്റെ മകൾ ഇപ്പോഴും നിൻ്റെ കൂടെ ജീവനോടെ ഉണ്ട്. അവൾക്ക് അങ്ങനെ സംഭവിച്ചെങ്കിലും ആ കുഞ്ഞ് മരിച്ചു പോയി, ആ കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശല്യമായിട്ട് വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഇവിടെ എൻ്റെ കൂടെ ഞാൻ എൻ്റെ മകളാക്കി വെച്ചിരിക്കുന്ന അലീന എൻ്റെ മകളാണെന്നാണോ അമ്മ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ബാലചന്ദ്രനെ മനസ്സിലാവുകയാണ് അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ഉണ്ട്. അതായത് സത്യം എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന എൻ്റെ മകളല്ല അമ്മ എന്ന് പറയണം. പിന്നെ ആരാണ് അലീന? പിന്നെ നീ എന്തിനാണ് അലീനയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ വാദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ മോൾ 23 വർഷങ്ങൾക്ക് മുൻപ് പിഴച്ച് പ്രസവിച്ചില്ലേ, ആ കുഞ്ഞാണ് അലീന എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് മുത്തശ്ശിയിട്ടും. ബാല, നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ അല്ല, വൈജം പ്രസവിച്ച മോളാണ് അലീന. ഞാൻ അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ച് കൂടെ നിർത്തുന്നു എന്ന് മാത്രം എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയാകെ ഞെട്ടിപ്പോവാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് മുത്തശ്ശിയാകെ ഞെട്ടിപ്പോവാണ്. ബാല, നീ പറയുന്നതൊക്കെ എന്ന് പറയുമ്പോൾ അതേ അമ്മേ, എൻ്റെ ജീവിതത്തിൽ വൈജയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയൊക്കെ ആകെ വിഷമാവുന്നുണ്ട്. ബാല, ഞാൻ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ അമ്മ കരയണ്ട, അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ തെറ്റ് ചെയ്തത് മകളുടെ ജീവിതം നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് ഏതൊരമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്നോട് തെറ്റ് ചെയ്തത് വൈജയന്തിയാണ്, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റില്ല എന്ന് പറയണം. ബാല, അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം വൈജയെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്തിന്, ഒരിക്കലും അവളെ അറിയിക്കാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഡിവോഴ്സിന് പോകും എന്നൊക്കെയാണ് കെങ്ങേട്ടനും ശിവേട്ടനും പറഞ്ഞത്. പക്ഷേ എൻ്റെയും ആവശ്യം അതുതന്നെയാണ്, അലീന അവളുടെ മകളാണെന്നുള്ളത് ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല. ഈ ലോകത്ത് വെച്ചിട്ട് അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്. സ്വന്തം മകളാണെന്നറിയാതെ
സ്വന്തം മകളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരമ്മ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിക്ക് ആണെങ്കിൽ ആകെ സങ്കടം വരണം. ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ മുത്തശ്ശി പൊട്ടിക്കരയാണ്, എൻ്റെ മോളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനെ ആകെ സംശയത്തോട് കൂടിയിട്ട് നോക്കുമ്പോൾ തലയാട്ടിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ള രീതിയിലാണ് തലയാട്ടിയത്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവാണ് വൈജയുടെ മകളാണ് താൻ എന്നുള്ള കാര്യം മുത്തശ്ശി അറിഞ്ഞു എന്നുള്ളത്. മുത്തശ്ശി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം, എൻ്റെ പൊന്നു മോളെ, മുത്തശ്ശി അറിഞ്ഞില്ലല്ലോ നീ എൻ്റെ വൈജയുടെ മോളാണെന്നുള്ള കാര്യം. എന്തൊക്കെ ദ്രോഹങ്ങളാണ് അവൾ നിന്നോട് ചെയ്തിട്ടുള്ളത്, നീ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല മുത്തശ്ശി, ഒന്നും അറിയാതെയല്ലേ മാഡം ഇതൊക്കെ ചെയ്യുന്നത്. മാഡമോ, നിൻ്റെ അമ്മയല്ലേ മോളെ അത്? അതേ മുത്തശ്ശി, മാഡം എൻ്റെ അമ്മ തന്നെയാണ്. പക്ഷേ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അറിയാതെ എങ്ങാനും അമ്മയാണെന്നുള്ള കാര്യം പുറത്തായി പോകുമോ? ഇപ്പോൾ ഒരുവിധം എല്ലാവരും അറിഞ്ഞു, എന്നാലും എനിക്ക് പേടിയാണ് എന്ന് പറയാണ് അലീന. എനിക്ക് അങ്ങനെ പൊതുവായിട്ട് വിളിക്കാനുള്ള അധികാരമില്ല, കാരണം ഞാൻ ഇപ്പോഴും അച്ഛൻ്റെ മകളാണ്. അച്ഛൻ പറയുന്നത് കേട്ട് മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറയാണ്. ബാലനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് അവളുടെ പുണ്യം, അത് എത്ര അവളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവളത് മനസ്സിലാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ആകെ വിഷമിച്ച് കരയാണ്. അങ്ങനെ അലീന മുത്തശ്ശി മനസ്സിലാക്കുകയാണ് വൈജയന്തിയുടെ മകളാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ബബിതയും കൃഷ്ണയും മുത്തശ്ശിയും ബാലചന്ദ്രനും മനുവും ഒക്കെ ഒരു സെറ്റാണ് കേട്ടോ ഇപ്പോൾ. കാരണം എല്ലാവരും തിരിച്ചറിയാണ് അലീന ആരാണ് എന്നുള്ള സത്യം. പിന്നെ മുത്തശ്ശി കുറച്ചൊക്കെ എഴുന്നേറ്റ് നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അലീന വൈജയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലും ഒക്കെയാണ് അലീനയോട് പെരുമാറുന്നത്. അലീന എന്ത് ചെയ്യാനൊന്നും നിന്ന് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അലീനയെ അവളെ വൈജയെ സഹായിക്കുന്നതൊന്നും വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി സഹി കെട്ട് വൈജയന്തിയോട് പറയുന്നത്, നീ എന്ത് കണ്ടിട്ടാണ് അലീനയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവൾ ആരാണെന്ന് നിനക്കറിയാമോ? നിൻ്റെ മകളാണ്, നീ 23 വർഷങ്ങൾക്ക് മുൻപ് പ്രസവിച്ച് മകളാണ് അവൾ എന്ന് പറയുമ്പോൾ വൈജയന്തി ആകെ ഞെട്ടിപ്പോവാണ്. അമ്മ എന്തൊക്കെയാണ് പറയണത്? എൻ്റെ മകളോ? എൻ്റെ മകൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അവൾ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയിട്ടൊന്നുമില്ല, അവളെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയേക്കായിരുന്നു നിൻ്റെ ആങ്ങളമാരും അച്ഛനും അമ്മാവനും ഒക്കെ എന്ന് പറയുമ്പോൾ വൈജയന്തി ഞെട്ടിപ്പോവാണേ. അമ്മ എന്തൊക്കെയാണ് പറയണത്? എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പിന്നെ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്നുണ്ട്. കാരണം അലീനയാണ് വൈജയുടെ മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഓർഫനേജിൽ കൊണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 വർഷത്തിന് ശേഷം ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ വൈജയന്തി തർക്കിക്കുകയാണ്, നിങ്ങൾ വീണ്ടും എന്നോട് കള്ളം പറയുകയാണ്, എന്നെ പറ്റിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ്. അന്ന് നിൻ്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ആ കുഞ്ഞാണ് അലീന എന്ന് പറഞ്ഞപ്പോൾ നിനക്കൊന്നും ഞെട്ടിയില്ലേ? ആ കുഞ്ഞായിരുന്നു അലീന എങ്കിൽ നീ എങ്ങനെ അവളെ സ്നേഹിക്കും? ഇതേപോലെ തള്ളിക്കളയണോ ചെയ്യുക? നിൻ്റെ കുഞ്ഞാണ് അലീന എന്ന് കരുതിയ പോരെ നിനക്ക് എന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെ വിഡിത്തമാണ് പറയുന്നത്? ഞാൻ പ്രസവിക്കാത്തവൾ എങ്ങനെ എൻ്റെ കുഞ്ഞാകും? എനിക്ക് 3 മക്കളല്ലേ ഇപ്പോൾ ഉള്ളത്, അവരാണ് എൻ്റെ മക്കൾ. ഒരെണ്ണത്തിന് എല്ലാവരും കൂടി കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ എന്നൊക്കെ പറയണം. അല്ല, കൊന്നു കളഞ്ഞില്ല, നിൻ്റെ മകളാണ് അലീന, നീ അങ്ങനെ ഉണ്ട് കരുത്. ബാലചന്ദ്രൻ്റെ അല്ല, നിൻ്റെ മകളാണ് അലീന. അങ്ങനെ ഒന്ന് കരുതി നോക്കി ആ കുട്ടിയെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. നീ സ്നേഹിക്കുകയും പുന്നാരിക്കുകയും ഒന്നും വേണ്ട, അവളോട് വഴക്കിനോ ദേഷ്യത്തിനോ വിദ്വേഷത്തിനോ ഒന്നും പോവാതിരുന്നാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല അമ്മേ, എനിക്ക് അവളുടെ മുഖം കാണുമ്പോഴേക്ക് ബാലചന്ദ്രനെ ഏതോ ഒരു വേശ്യയിലുണ്ടായ മകളാണല്ലോ അവളെന്ന് എനിക്ക് ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നത് വൈജി? നീ പറയുന്നത് നിന്നെക്കുറിച്ചാണെന്ന് പോലും നീ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ എന്താ വീണ്ടും ഇങ്ങനെ പറയുന്നത്? ഞാനാണ് അവളെ പ്രസവിച്ചത്? അല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അങ്ങനത്തെ സ്ത്രീയാകും? നിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് നിനക്കറിയാലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ബാലന് സംഭവിച്ച ഒരു അബദ്ധമായിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു അബദ്ധം, വിവാഹത്തിന് മുൻപ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ അബദ്ധം. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്. അപ്പോൾ വൈജയ് ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് സംഭവിച്ചതോ? പിന്നെ നിൻ്റെ ജീവിതത്തിലും സംഭവിച്ചില്ലേ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ എന്ന് പറയണം. അപ്പോൾ വൈജയ് ഒന്നും മിണ്ടുന്നില്ല. അപ്പം എന്നോട് തർക്കിക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തർക്കിക്കാനൊന്നും വന്നതല്ല, അവളെ നീ ഒരു മകളായിട്ട് കാണണം, നിൻ്റെ മകൾ തന്നെയാണ്, നീ പ്രസവിച്ച മകൾ തന്നെയാണ്, അങ്ങനെ ഒന്ന് കണ്ടു നോക്ക്, എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഒന്ന് പോയി, എനിക്കതിനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് ആട്ടി ഓടിക്കണം. അതായത് ഇനി അമ്മ എന്നോട് സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്.
അപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുത്തശ്ശി ഞെട്ടിപ്പോവാണ്. കാരണം റൂമിൻ്റെ പുറത്ത് ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ബാല ഞാൻ എന്ന് പറയുമ്പം അമ്മ പൊക്കോ, ഞാൻ പിന്നെ വരാൻ സംസാരിക്കാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വന്ന സമയത്ത് വൈജ ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ്. അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, നീ പ്രസവിച്ച മകളാണെന്ന് കാണണമെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ശരിയാണ്, നീ പ്രസവിച്ചതല്ല, നീ 3 മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ. നീ പ്രസവിച്ച മകളായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മനുഷ്യജീവിയായിട്ടെങ്കിലും ആ പെണ്ണിനെ കാണണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ, നിങ്ങൾക്ക് ഏതൊരു തെരുവ് വേശ്യയിൽ ജനിച്ച അവളെ ഞാൻ എൻ്റെ മകളായിട്ട് കാണണമെന്നോ? ഒരിക്കലും നടക്കത്തില്ല, നിങ്ങളുടെ വ്യാമോഹമാണ്, അതിമോഹമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ബാലചന്ദ്രൻ പിന്നെ കൂടുതൽ നിന്ന് ദേഷ്യം ആവുമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി അമ്മ എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? ഞാൻ തന്നെ വിചാരിച്ചു അമ്മ എല്ലാ കാര്യങ്ങളും വൈജയോട് തുറന്ന് പറയുകയാണോയെന്ന്. അതെങ്ങനെ സാധിക്കും ബാല, എനിക്കങ്ങനെ തുറന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാണ്. അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചത് ബാലൻ അറിഞ്ഞു എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൾ പ്രസവിച്ച മകളാണ് അലീന എന്ന് കരുതി അവളെ സ്നേഹിക്കാനായിട്ട് ഞാൻ പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ ഒരിക്കലും അവളത് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ബാലചന്ദ്രനോട് സംസാരിക്കണം. ആ സംസാരം കേട്ടുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി എന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇനി അമ്മ അതിൻ്റെ പുറകെ വീണ്ടും ദേഷ്യം കാണിക്കത്തേ ഉള്ളൂ. ഓരോന്നും നമ്മൾ പറയുന്നത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതൊരു വിപരീത രീതിയിലാണ് മാഡം എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് പ്രശ്നമാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പറയാണ് അലീന മുത്തശ്ശിയോടും ബാലചന്ദ്രനോടും.